ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആലക്തിക ദീപങ്ങളുടെ പൊൻപ്രഭയിൽ കുളിച്ചു നിൽക്കുന്ന നവോദയെപ്പോലെ ചെറുപുഷ്പമിഷിലേക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ അൽമായ പ്രേക്ഷിത സംഘടന. സ്നേഹം, ത്യാഗം, സേവനം, സഹനം എന്നീ മുദ്രാവാക്യങ്ങൾക്ക് പിൻപിൽ അണിനിരക്കാൻ ലക്ഷക്കണക്കിന് കുഞ്ഞു മിഷണറിമാരെ ആവേശഭരിതരാക്കിയ ഭാരത കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ പ്രേക്ഷിത സംഘടന. ഈ സംഘടനയുടെ പരമപ്രധാനമായ ലക്ഷ്യങ്ങളിലൊന്നായ ദൈവവിളി പ്രോത്സാഹനം എന്ന ദൗത്യത്തെക്കുറിച്ച് കാൽവരിനാഥന്റെ തിരുഹൃദയത്തോട് ചേർന്ന് നിന്ന് ധ്യാനിക്കുമ്പോൾ, ഭാരതമേ, നിന്റെ രക്ഷ നിന്റെ സന്താനങ്ങളിൽ എന്ന ലയോ 13 മാർപ്പാപ്പയുടെ ആഹ്വാനം കാലാധിവർത്തിയായി നമ്മുടെ നെഞ്ചക സ്പന്ദനങ്ങളോട് ചേർന്ന് പ്രകമ്പനം കൊള്ളുകയാണെന്നും. നമ്മുടെ രക്ഷകനും ഏകകർത്താവുമായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാരത്തിന്റെ മഹനീയത വെളിവാക്കുന്ന അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും ഉത്ഥാനവും, ഈ രക്ഷാകര സംഭവങ്ങൾക്ക് ശേഷം തന്റെ മഹത്വപൂർണമായ ഉത്ഥാനത്തിന് ശേഷം അവിടുന്ന് തന്റെ വത്സര ശിഷ്യർക്കായി നൽകിയ ഏക ദൗത്യം, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ എന്നത് തന്നെയാണ്. അതേ കൂട്ടുകാരെ, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം സുവിശേഷം പ്രഘോഷിക്കുക, ദൈവരാജ്യം വിസ്തൃതമാക്കുക എന്നത് തന്നെയാണ്. ഈ ജീവിത ലക്ഷ്യം കരഗതമാക്കുവാൻ ദൈവം നമുക്കായി കാത്തുവച്ചിരിക്കുന്ന നമ്മുടെ ഭാവി ജീവിതത്തിലേക്കുള്ള ക്ഷണമാണ് ദൈവവിളി. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക്, സമർപ്പിത സന്യാസ ജീവിതത്തിലേക്ക്, ഉത്തമമായ ഒരു ക്രൈസ്തവ കുടുംബ ജീവിതത്തിലേക്ക് ദൈവം തനിക്കിഷ്ടമുള്ളവരെ തിരഞ്ഞെടുത്ത് നിയോഗിക്കുന്നതിനെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി തന്റെ ജീവിതം കൊണ്ട് പ്രത്യുത്തരം നൽകുക എന്നതാണ് ദൈവവിളിയുടെ ജീവിതം. ആ ദൈവവിളി തിരിച്ചറിയുവാൻ തിരുവചനവും കൗദാശിക ജീവിതവും നാം തീക്ഷ്ണതയോടെ സ്വന്തമാക്കണം. ദൈവഹിതത്തിനായി കാതോർത്ത് പ്രാർത്ഥനാപൂർവം കാത്തിരിക്കണം. പരിശുദ്ധ കനികാമറിയത്തെ പോലെ നമ്മെക്കുറിച്ചുള്ള ദൈവവിളിക്ക് മുൻപിൽ ഇതാ കർത്താവിന്റെ ദാസി എന്ന മനോഭാവത്തോടെ സ്വയം സമർപ്പണം നടത്താൻ നമുക്ക് കഴിയണം. ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന ക്രിസ്തുനാഥന്റെ മുന്നറിയിപ്പ് നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിച്ചു വയ്ക്കാം. ആധുനികതയുടെ അപഭ്രംശങ്ങളെ തരണം ചെയ്ത് ദൈവവിളിക്ക് അനുസൃതമായ ജീവിതം നയിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.